തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പറഞ്ഞു വരുന്നത് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ മഹോത്സവത്തെക്കുറിച്ചാണ്. വലിയ ഭക്തജന തിരക്ക് അവിടെ ഉണ്ടാവുന്നുണ്ട്. പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവത്തിൽ ഭക്തജന പ്രവാഹമുണ്ടായി എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. സുഗമമായ ദർശനത്തിന് വിപുലമായ ക്രമീകരണങ്ങളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. നട തുറന്ന് 7 ദിവസം പിന്നിടുമ്പോൾ 2 ലക്ഷത്തിലധികം പേരാണ് ദർശനം നടത്തിയത്. എനിക്ക് നാളെയാണെന്ന് തോന്നുന്നു അവിടുത്തെ സമാപനം തോന്നുന്നു. നമുക്ക് പറ്റുമെങ്കിൽ നാളെ അവിടേക്ക് പോകാൻ പറ്റുമോ നമുക്ക് നോക്കാം. മോർണിംഗ് വാക്കിന് റിപ്പോർട്ട് വേണം. നടതുറപ്പ് മഹോത്സവം 7 ദിവസം പിന്നിട്ടപ്പോൾ ശ്രീപാർവതിയെ ദർശിക്കാൻ ഭക്തജന പ്രവാഹം. ആയിരക്കണക്കിന് പേരാണ് ദിവസേന ദർശനം നടത്തുന്നത്. പട്ടും താലിയും നടക്കൽ സമർപ്പണമാണ് പ്രധാന ചടങ്ങ്. തിരക്കൊഴിവാക്കുന്നതിന്റെ ഭാഗമായി പുലർച്ചെ 3 മണിക്ക് നട തുറക്കും. വെർച്വൽ ക്യൂ ബുക്കിംഗ് പ്രയോജനപ്പെടുത്തിയാണ് ഭൂരിഭാഗം പേരും ദർശനത്തിനെത്തുന്നത്. ഇവരുടെ ദർശനം സുഗമമാക്കുന്നതിന് ക്യൂവിലുള്ള എല്ലാ ഭക്തരെയും ദർശനം നടത്തിയതിനു ശേഷമേ വൈകിട്ട് നട അടയ്ക്കുകയുള്ളൂ. ഉത്സവത്തിന്റെ ഭാഗമായി ദിവസേന 15,000 പേർക്കാണ് അന്നദാനം. നാളെ ഉത്സവം സമാപിക്കാനിരിക്കെ ഇന്നു മുതൽ വൻ ഭക്തജന തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. ധനുമാസത്തിലെ തിരുവാതിര മുതൽ 12 ദിവസം മാത്രമാണ് പാർവതി ദേവിയുടെ തിരുനട തുറന്ന് ഭക്തർക്ക് ദർശനം നൽകുന്നത്. 24 കൊച്ചി.